ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് ടു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് ദോശയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടല തലേ ദിവസം തന്നെ രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് 2-3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വയ്ക്കാം. പിന്നെ മാവ് തലേദിവസം അരച്ചതാണ്. അതാ പൊങ്ങി അങ്ങനെ തൂവി വന്നിട്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചായ അപ്പുറത്തെ സ്റ്റൗവിലും ഇപ്പുറത്തെ സ്റ്റൗവിൽ കടല വേവിക്കാൻ വേണ്ടിയിട്ടും കൂടെ നിൽക്കാം കേട്ടോ. ഇന്നിപ്പോൾ ആർക്കും പോകേണ്ട ദിവസമല്ല. പോകണില്ല വെച്ചാൽ കണ്ണൻകുട്ടിക്ക് നല്ല തലവേദന, അസല് തലവേദന രാത്രി മുതൽ. അപ്പോൾ അവരെ ഇപ്പോൾ ഷാജേട്ടൻ ഹോസ്പിറ്റലിലേക്ക് രാവിലെ തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. പൂജിട്ട് ലീവാ, ഷാജേട്ടൻ ഇന്ന് പോകണമില്ല. അപ്പോൾ അവർക്ക് 3 പേർക്കും ലീവാണ്. നമ്മൾ ഓൾറെഡി ലീവായതുകൊണ്ട് തന്നെ ഇന്ന് 4 പേരും വീട്ടിലുണ്ട്. അതുകൊണ്ട് ധൃതിപ്പെട്ടിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കടലക്കറി ഇന്നലെ പുട്ടിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ നേരം കാലമൊന്നും ഉണ്ടായില്ലെങ്കിലോ, ഓടിപ്പടഞ്ഞ് ചെയ്തിട്ട് ഇനി ഇവരാരും കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലോ, ഷാജേട്ടൻ്റെ കൂടെ ഇന്നലെ കണ്ണൻകുട്ടിയൊക്കെ പോവുക കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പുട്ടും പപ്പടവും പഴവും മതിയെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും കടലക്കറിയും അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. എന്നുവെച്ചാൽ എന്നും സാമ്പാറും ചമ്മന്തിയും ചട്നിയല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ദോശയിലേക്ക് ഇന്ന് നമുക്ക് കടലക്കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ കരുതണേ. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുക്കറിൽ വെച്ചുകൊണ്ട് മാവ് തൂവി പോയിട്ടില്ലേ. ഞാൻ എപ്പോഴും നമുക്ക് മാവ് അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ അപ്പത്തിൻ്റെ മാവായാലും ദോശയുടെ മാവായാലും ഒക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഇതേപോലെ എന്തെങ്കിലും പാത്രം തളികയോ പ്ലേറ്റോ എന്തെങ്കിലും ഇറക്കി വെക്കും. എന്നാൽ പിന്നെ പോണ മാവ് നിലത്ത് പോവില്ല, നാശമായി പോവില്ല. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഒരു ചെമ്പ് വെച്ച് ഇങ്ങനെ കമത്തി അടച്ച് വെക്കും കേട്ടോ. അതിനകത്ത് കുറേ പാറ്റേ പല്ല് ഒന്നും വരില്ല. വലിയൊരു ചെമ്പ് വെച്ച് ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു പ്രാണിയൊന്നും ആവില്ല. അപ്പോൾ ആ മാവ് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ രാവിലെ അതെടുത്ത് ഒക്കെ നോക്കിയതിൻ്റെ ശേഷം കേട്ടോ കുളിക്കാൻ വേണ്ടി പോയിരുന്നേ. അപ്പോൾ ആ പാത്രങ്ങൾ മാറ്റിയത് അതുകൊണ്ടാണ്, വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ബാക്കി മാവ് ആ തൂവിപ്പോയ പാത്രമൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുക്കാനുള്ള മാവ് മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. വെച്ചാൽ എല്ലാം കൂടെ ഉപ്പിട്ടിട്ട് കയ്യിലിട്ട് ഇളക്കി അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വയ്ക്കില്ല. ആവശ്യമുള്ളത് മാത്രം എന്നിട്ട് എടുത്ത് വയ്ക്കും. ഇനി നമുക്ക് കടലക്കറിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇനി എൻ്റെ തലയിൽ കെട്ടൊന്നും അഴിക്കുക. അല്ലെങ്കിൽ ഇത് ഉച്ചയ്ക്ക് എൻ്റെ പണി തീരോളം ഈ കെട്ട അവിടെ ഇരിക്കും. അത് കാരണം തന്നെ ഉണങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങോട്ട് പെട്ടെന്ന് അഴിച്ച് നമുക്ക് മുടിയൊന്ന് ഈറം പിന്നെയൊക്കെ ഇട്ടിട്ട് പണിക്ക് നിന്ന് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഉണങ്ങിക്കോളൂ കേട്ടോ. എനിക്ക് ഒന്നാമത് ഇങ്ങനെ പരത്തിയിട്ടിട്ട് അടുക്കളയിൽ കയറണമെങ്കിൽ ഇഷ്ടമല്ല കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ കായും പൂവൊക്കെ വരണ കൊണ്ട് മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടാട്ടോ, നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ മുടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അധികവും ഇങ്ങനെ ഒന്നില്ലെങ്കിൽ കയറ്റി കെട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുളി കഴിഞ്ഞിട്ടാണെങ്കിൽ ആ തോർത്ത് എപ്പോഴും നമ്മുടെ തലയിലുണ്ടാവും. തോർത്തല്ല, തുണി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഉള്ളി ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവർക്ക് ആർക്കും പോണ്ടാത്ത ദിവസമാണെങ്കിൽ നമുക്ക് സമാധാനത്തിൽ ഉണ്ടാക്കിയാൽ മതി. എന്താ വെച്ചാൽ ആർക്കും പെട്ടെന്ന് ചായ കിട്ടണമെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും 10 മണിൻ്റെ ഉള്ളിൽ ചായ കിട്ടിയാൽ മതി. എന്നാൽ പിന്നെയും കണ്ണൻകുട്ടിക്കാണ് ഇത്രയും കൂടെ നേരത്തെ കിട്ടണം എന്നുള്ളൊരു ഇത്. എന്താ വെച്ചാൽ അവന് കളിക്കാൻ ഓടാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഇന്ന് വയ്യാത്തതുകൊണ്ട് തന്നെ ആൾ തീരെ ഇങ്ങനെ സൈലൻ്റായിട്ടായിരിക്കുക. വയ്യാത്ത സമയത്താണെങ്കിൽ അങ്ങനെയാണ്. വൈക്കിങ് 10 ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പനി വരണേക്കാട്ടിലും കൂടുതൽ അവന് തലവേദനയാണ് വരിക. ഈ നേരമില്ലാത്ത നേരത്തെ ഉച്ചയ്ക്കത്തെ പോക്കും കുളിയും തോട്ടുചാടലും ഈ സൈക്കിളിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പാരാ പോക്കൊക്കെ കൂടെ ആയിട്ട് നീർക്കെട്ടിയിട്ടായിരിക്കും തലവേദന, തലകടച്ചിലാണ് ആൾക്ക് നല്ലോണം. അപ്പോൾ ഷാജേട്ടൻ നേരത്തെ തന്നെ കൊണ്ടുപോയി. ഇനി വെച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിള്ളേർക്ക് വയ്യാണ്ടായാൽ നമുക്ക് ടെൻഷനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ചീമ്പിങ്ങോണ്ട് നടക്കും നമ്മുടെ കൂടെ. എനിക്ക് വയ്യാത്തതും അവന് വയ്യാത്തതൊക്കെ ഒരുപോലെ. ഒരാൾക്ക് സ്വൈര്യം കൊടുക്കാണ്ട് ഇങ്ങനെ, സ്വൈര്യം കൊടുക്കാണ്ടല്ല, നമ്മളിങ്ങനെ ഒരാളെങ്ങനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കും വയ്യാതെ ആകുമ്പോൾ. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ണൻകുട്ടിക്ക് വയ്യാതെ ആയാൽ മാനേജ് ചെയ്യാൻ വലിയ പാടാണ്. നമുക്ക് ഉറങ്ങാനൊന്നും രാത്രി പറ്റില്ല കേട്ടോ. അവന് വയ്യാത്തത് വരണത് മൊത്തം രാത്രിക്കായിരിക്കും. നട്ടപ്പാതിരയ്ക്കാണ് അവന് അസുഖങ്ങൾ പെട്ടെന്ന് വരുന്ന കൂട്ടത്തിൽ ഈ തലവേദനയുണ്ട് കാര്യമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ ചീമ്പിയും കരഞ്ഞിട്ടൊക്കെ കൂടെ അങ്ങനെ ഒരു കുഞ്ഞേ കുട്ടികളുടെ പോലെയാവും ആ സമയത്ത്. ആളുടെ ധൈര്യവും കാര്യങ്ങളൊക്കെ അവന് പോവും വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അവന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും പാടാം. അപ്പോൾ അവൻ വരുമ്പോഴേക്കും ചായയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ തോലൊക്കെ കളഞ്ഞ് കഴുകി അരിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ നമ്മുടെ ആ ചോപ്പറിൽ അരിഞ്ഞാൽ മതി സവളയൊക്കെ. പക്ഷെ നമ്മുടെ ആ ചോപ്പറിനകത്ത് അരിയുമ്പോൾ വലിയ പാടാണ് അതിനകത്ത് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ തിരിച്ച് അതിൻ്റെ അടിയിലും പിന്നെ ആ തിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പെടുമ്പോൾ നമുക്കത് കഴുകാനും അന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ പാടാണ്. എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നത് ഇങ്ങനെ വലിക്കുന്ന ചോപ്പറായിരുന്നു.
അതാകുമ്പോൾ സുഖമാണ് കേട്ടോ. പക്ഷെ അതൊരു 2, 3 എണ്ണം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതും കുറച്ചൊക്കെ നിൽക്കും. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അധികം അതിനകത്ത് തന്നെ ഈ സവാള കട്ട് ചെയ്യലും ഒക്കെ ആവുമ്പോൾ പെട്ടെന്ന് എൻ്റെ അത് കേട് വന്നു. അപ്പോൾ ഇനി എനിക്ക് ഞാൻ ഒരെണ്ണം കണ്ടു വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണ ടൈപ്പിൽ എനിക്ക് അതൊരെണ്ണം വാങ്ങണം എന്ന് വിചാരിക്കുന്നു. മറ്റേതെന്താ വെച്ചാൽ പെട്ടെന്നൊക്കെ നമുക്കൊന്ന് അരിയാനോ ഒരു ഓംലെറ്റിനോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ ഓർഡർ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു കുഞ്ഞു ബഡ്ജറ്റിലേക്ക് ഇങ്ങനെ കുറേശ്ശെ സംഭവങ്ങൾ ഞാൻ ഒരുക്കൂട്ടി വെച്ചിട്ടാട്ടോ അങ്ങനെയൊക്കെ മേടിക്കാൻ. ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സാണെങ്കിലും ഒക്കെ 50ഉം 100ഉം അങ്ങനെ ഒരുക്കൂട്ടി നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നിട്ടാണ് മേടിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുക. അപ്പോൾ അതുപോലെ ഒരു ബഡ്ജറ്റിലേക്ക് ഇത് മാറ്റി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കടലയൊക്കെ വെന്തു കേട്ടോ. ഒരു 2, 3, 4 വിസിലായപ്പോഴേക്കും കടല വെന്തിട്ട് ഞാൻ അതൊന്നൊരു കുറച്ചധികം കൊണ്ട് മാറ്റി വെച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപ്പേരി പോലെ വറുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കറിയിലാവുമ്പോൾ അതിന് വേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയുമ്പോൾ പാടല്ലേ. അപ്പോൾ അത്യാവശ്യത്തിന് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മാത്രം എടുത്താൽ മതി. നമുക്കൊരു നേരത്തിന് ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് ചായ ഉണ്ടാക്കിയതും കഴിക്കണതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇനി ഉച്ചയ്ക്കത്തെ ഫുഡും വൈകും. അപ്പോൾ വൈകിട്ട് കാര്യമായിട്ട് ആർക്കും ഇനിയിപ്പോൾ തന്നെ വേണ്ടി വരില്ല. അതുകൊണ്ട് ഞാൻ കറിയൊക്കെ കറക്റ്റിനെ ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ടാട്ടോ കിഴങ്ങിട്ടിട്ട് കറി വയ്ക്കുന്നത്. അടിപൊളിയാണ്. കുറുക്കും ഉണ്ടാവും. വറുത്തരയ്ക്കണില്ല, തേങ്ങ വറുത്തരയ്ക്കണില്ല, പൊടി ഇട്ടിട്ട് മാത്രം പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വഴറ്റിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചപ്പോൾ ഇനിയിപ്പോൾ ആ കുക്കറിൻ്റെ അല്ല പ്രഷർ പോകാൻ വേണ്ടി കുറച്ച് ടൈമുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് അലക്കിയിട്ടതൊക്കെ ഒന്ന് വിരിച്ചിടാം വെയിലാകുമ്പോഴേക്കും. പുറത്തെ പണികളൊക്കെ വെയിലാകുമ്പോഴേക്കും കഴിച്ചിട്ട് വേഗം ഉള്ളിലേക്ക് കയറും ഞാൻ കേട്ടോ. വെയിലത്ത് നിന്നിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെടാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കയറിയിട്ട് ഇനി നമുക്ക് കടലാക്രമണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ പോയില്ലോ. കടലൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വറുത്തിടാൻ വേണ്ടിയിട്ട്, വഴറ്റിയിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒരുമിച്ച് മൂപ്പിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം സവാള ഇട്ടു, അത് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക. അപ്പോൾ അതൊന്നും ആവാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ടോ. അതിൻ്റെ ഇടയിൽ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇടാനുണ്ടായിരുന്നു, അത് മറന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കറിക്ക് ഒരു ടേസ്റ്റ് വരും. നമ്മൾ വറുത്തരയ്ക്കണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ. ചിക്കൻ പൊടി ഒരു ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇനിയിപ്പോൾ ഒരു മസാലയുടെ ഒരു കുറവ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഗ്രാമ്പും പട്ടയും ഏലക്കയും ഇട്ട ഒരു ടേസ്റ്റ് വേറെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല ഇതിൽ വന്നപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോൾ വേപ്പിലിട്ടു. പിന്നെ തക്കാളി അതിനകത്ത് 2 എണ്ണം കേട്ടോ ഞാൻ മുറിച്ചിടുന്നത്. പച്ചമുളക് ഓൾറെഡി ഞാൻ ആ കടല വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്തേക്ക് പച്ചമുളക് ഇടണില്ല. തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞതിൻ്റെ ശേഷമാണ് പൊടികൾ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെക്കും കേട്ടോ. അവൻ്റെ സിമ്മിലാകുമ്പോഴേക്കും അത് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ എന്നിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ എനിക്ക് അങ്ങനെ ഒരു തൃപ്തി വരുള്ളൂ. അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് അടച്ച് വെച്ചു. ഇനി നമുക്ക് അതൊന്ന് വെന്ത് കഴിഞ്ഞ് പൊടി കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. ചിക്കൻ പൊടി ഇനി ഇല്ലാത്തതിൻ്റെ ടെൻഷനിലാണ് ഞാൻ ഈ ഗരം മസാലപ്പൊടി നമ്മുടെ കയ്യിൽ പൊടിച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്കൊരു പിഞ്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ പൊടി ഇല്ലാച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ കടല അരച്ച് ചേർക്കണില്ല ഞാൻ ഇപ്രാവശ്യം. എന്താ വെച്ചാൽ കിഴങ്ങുള്ളതുകൊണ്ട് തന്നെ കിഴങ്ങൊന്നും ഇങ്ങനെ കുത്തി ഉടച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്കൊരു കുറുക്കം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കടല അരച്ച് ചേർക്കണില്ല. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത്തിരി ഉള്ളൂ കേട്ടോ, ഇത്തിരി പോരുള്ളൂ. ചിക്കൻ പൊടി തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉള്ളത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ വെന്തിരിക്കുന്ന കടലയും കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ കിഴങ്ങിട്ടിട്ട് വേവിച്ചിരുന്നു കേട്ടോ, ഒരു വിസിലും കൂടെ. അത് ഞാൻ പറയാൻ വിട്ടു തോന്നുന്നു. അപ്പോൾ ഈ വെന്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇളക്കിയിട്ട് ഒന്നും കൂടെ കുറുകി ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കുക. ആ പൊടിയും ഇതെല്ലാം കൂടെ കടലയെല്ലാം കൂടെ ചേർന്നിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് കിഴങ്ങ് ഒന്നും കൂടെ വേവും. അപ്പോൾ ഒന്ന് ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി കുറുക്കായിട്ട് വരും, കുറുകി വരും. അപ്പോൾ കടല അരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. ഒരുപാട് വെള്ളത്തിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കുറുന്നനെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ തേങ്ങ അരച്ചിട്ടില്ല വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറി സെറ്റായി ഒക്കെ അടിപൊളിയായിട്ട് മാറ്റി വെച്ചു. മല്ലിച്ചപ്പ് ഇടാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പില്ല, കുറച്ചധികം ആയപ്പോൾ നമുക്ക് മല്ലിച്ചപ്പ് കിട്ടിയിട്ട് എനിക്കിഷ്ടമാട്ടോ അതിലൊക്കെ മല്ലിച്ചപ്പ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഓരോരുത്തർക്ക് അവർ ഡോക്ടറെ കാണിച്ചിട്ട് വരാറായി. അപ്പോൾ ഇനി ഒറ്റ ട്രിപ്പിൽ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മറ്റേത് ഞാൻ പറയാറുണ്ട് ഓരോരുത്തർക്ക് കഴിക്കുമ്പോഴാണ് ഉണ്ടാക്കുക. നമ്മുടെ മാവിലേക്ക് ഉപ്പിട്ടു, പാകത്തിന് പൂജിട്ടി ഇതാ വന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പൂജിട്ടിയുടെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളിങ്ങനെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എക്സാം അല്ലേ ഇനി വരണേ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കടല ഒരു പാത്രത്തിലൊക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടു. കുക്കറും
ചീനച്ചട്ടിയൊക്കെ. ഇനി ഉച്ചയാകുമ്പോഴത്തേക്കും ഈ പാത്രം തന്നെയാണ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വലിയ വലിയ പാത്രങ്ങളൊക്കെ എനിക്ക് അങ്ങനെ തന്നെ കറിയായിട്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കി വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തി തോന്നും അടുക്കള. മറ്റേത് ഈ ചട്ടിയിലും കലത്തിൽ തന്നെ വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതൊക്കെ അപ്പം മാറ്റി കഴുകി വെക്കും കേട്ടോ ഞാൻ. എന്നിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ആ ദോശ ആവണ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ കഴുകി വെക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ വെറുതെ നിൽക്കില്ല. ആ സമയം കൊണ്ട് ഇവിടെ ആ പണി തീർക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പണികൾ ഒരുമിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. ഒക്കെ തീർത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കാൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. മറ്റേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിരിക്കുമ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരുപാട് പണി പോലെ തോന്നും. ഇതാകുമ്പോൾ ഒരു കാര്യം അവിടെ ചെയ്യുമ്പോൾ ഒരു 2-3 മിനിറ്റ് ഇവിടെ കിട്ടുമ്പോൾ അത് അപ്പുറത്ത് തീർക്കാനുള്ള നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ഇരിക്കാം. ഇതിൻ്റെ ഇടയിൽ സ്നേഹപ്രകടനങ്ങൾ നടക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്, ഇത് ഇതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ദോശ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂജട്ടിക്ക് ഇങ്ങനത്തെ ദോശ അല്ല വേണ്ടത്. അവൾക്ക് ഇങ്ങനെ നല്ല വട്ടം വീശാതെ നമ്മൾ ഈ തട്ട് ദോശ ഉണ്ടല്ലോ, അങ്ങനെ. എനിക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനത്തെ ദോശയാണ് എനിക്ക് ഒത്തിരിയും കൂടെ ഇഷ്ടം. പക്ഷേ ഇന്നിപ്പോൾ പൂജട്ടിക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ വട്ടം വീശിയിട്ട് വീശ് ദോശ വലിയ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് അങ്ങനത്തെ ദോശ വേണ്ടാന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വായിക്കൊരൊഴിവ് എനിക്കുണ്ടാവില്ല. ഇവരില്ലാത്ത സമയത്താണ് എനിക്ക് ദേഷ്യം വരിക. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നിട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ലോങ് ആയി പോവുക വീഡിയോ. എന്താ വെച്ചാൽ ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ച് പോവും. അതുകൊണ്ടാട്ടോ എന്നോട് പൂജിട്ടി പറഞ്ഞത് വോയിസ് ഓവർ കൊടുത്താൽ മതി. ഞാൻ നിന്ന് സംസാരിക്കുമ്പോൾ അതങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയിട്ട് വീഡിയോ ലോങ് ആവുക. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ ദോശയൊക്കെ ആയി വന്നപ്പോഴേക്കും എൻ്റെ കുട്ടി വന്നു. തീരെ വയ്യ കേട്ടോ, ഒട്ടും വയ്യ, നല്ല തലവേദന ഉണ്ട്. ഒരു വിധം വയ്ക്കെങ്ങി ആശാൻ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയില്ല. ഇതാ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും മൂടി പൊതച്ച് കിടക്കുക തന്നെയാണ്. ഇന്ന് ഫുള്ള് കിടത്തായിരുന്നു, നീട്ടിട്ടില്ല. എൻ്റെ അടുത്ത് വന്ന് കിടക്കുമോ എന്ന് ചോദിക്കും. അവന് വയ്യാതെയാ, അവൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കിടക്കണം. അവിടെ നിന്ന് നീക്കാൻ പാടില്ല, കൂടെ നിൽക്കണം, ഇങ്ങനെ ചുറ്റും പറ്റിയും കൊണ്ടും. ഇതേ സ്വഭാവമാണ് എനിക്ക് കേട്ടോ. എൻ്റെ കറക്റ്റ് സ്വഭാവമാണ് കണ്ണൻകുട്ടി കിട്ടിയിട്ടുള്ളത്. പൂജട്ടിക്ക് ഷാജൻ്റെ സ്വഭാവം, എൻ്റെ അമ്മയുടെ സ്വഭാവം, അങ്ങനെയൊക്കെ കൂടെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടില്ല. ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഇന്നിപ്പോൾ ഫോണിലേക്കൊന്നും നോക്കാൻ വേണ്ടി വലിയ ഉഷാറൊന്നുമില്ല. അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. വയ്യാത്തതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും നോക്കാത്ത. ഒരു ദോശ എടുത്തിട്ടുള്ളൂ, ഇല്ലെങ്കിൽ 3-4 ദോശയൊക്കെ കഴിക്കണത് അത്രയും വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഷാജേട്ടൻ ക്യാമറയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഷാജേട്ടൻ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നത്. ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇനി വണ്ടിയിൽ എന്തൊക്കെയോ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടിക്ക് മതി. അപ്പോൾ ഒരെണ്ണം കഴിച്ചപ്പോൾ എനിക്കൊരു സമാധാനമില്ല, ഒന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇനിയും. അപ്പോൾ അതുകൊണ്ട് മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വിചാരിച്ചു. മതി, അതിനിപ്പോൾ ഒമിറ്റ് ചെയ്യുന്നുണ്ടാവാൻ ഈ തലവേദനിച്ചിട്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചില്ല. അവന് മരുന്നൊക്കെ കൊടുത്തെടുത്തിട്ട് ഞാൻ നമ്മുടെ കുമ്പളങ്ങ മുറിച്ചു കേട്ടോ. അതിലൊരു കഷ്ണം നമ്മൾ ആക്കി ഓരോരുത്തർക്ക് വീതിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കൊടുക്കണം. കുഞ്ഞൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതുമ്പോൾ തൊടുമ്പോൾ അതിനൊരു മുള്ളു പോലെ, നമുക്കൊരു കുത്തൽ പോലെ ഫീൽ ചെയ്യില്ലേ, അതാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ എടുത്തത്. എന്നിട്ട് ഒരു കുഞ്ഞൊരു കഷ്ണം എടുത്തിട്ട് അതൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇനി വേറെ ചേനയൊന്നും ഇടണില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇതും പച്ചമുളകും വേവിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മോരുകറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചേമ്പില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഈ കഷ്ണം മാത്രം മതി. നമ്മുടെ വീട്ടിൽ പച്ചക്കറി കഷ്ണങ്ങളൊന്നും നാശമാക്കി കളയില്ല കേട്ടോ. എല്ലാവരും കഴിക്കും, പിള്ളേരും കഴിക്കും. പൂജട്ടി കണ്ണൻകുട്ടിയാണ് പിന്നെയും കഴിക്കാത്തത്. അവന് ഇന്ന കഷ്ണങ്ങളൊക്കെയുള്ളൂ. പൂജട്ടിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ കഷ്ണങ്ങളും പച്ചക്കറികളും കഴിക്കും. അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ, പച്ചക്കറി കഷ്ണങ്ങൾ ഒഴിവാക്കില്ല. അതുപോലെ തന്നെ ഇലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ഇത് വെച്ചൊന്ന് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഷാജേട്ടൻ വരുമ്പോൾ മാന്തള കൊടുത്തിട്ടുള്ളത്. അതായിരിക്കും ഒരു നീല പാത്രത്തിൽ നമ്മൾ മീൻ ഉണ്ടാക്കണ പാത്രമല്ലേ അതിൽ. അപ്പോൾ അതിനകത്ത് മാന്തളാണ് കേട്ടോ. കണ്ണൻകുട്ടിക്ക് ഇഷ്ടമാണ് മാന്തൾ. വലിയ കുഴപ്പമില്ല ആർക്കും. ഇപ്പോൾ ഈ മത്തി അയിലന്നെ മാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത്. പക്ഷെ അത് കുറച്ചൊരു പൊട്ടയുണ്ട് തോന്നുന്നു. അത് കാണുമ്പോൾ തന്നെ അറിയാം, വലിയ സുഖമില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്കത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇനി നമുക്കതൊന്ന് കുക്കറിൽ വെക്കാം. കുക്കറിൽ തന്നെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസിലാവുമ്പോൾ ഈ ചട്ടിയിൽ വെക്കുമ്പോൾ അല്ലേ ഒരുപാട് നേരം ഗ്യാസ് കത്തി പോവില്ലേ, അത് കാരണം ടെൻഷനാണ്. കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യണത്. എന്താ വെച്ചാൽ എനിക്ക് അവിടുന്ന് ഇവിടുന്ന് നുള്ളി പെറുക്കാൻ വേണ്ടി വെയിലത്ത് വയ്യ. അതുകൊണ്ട് പിന്നെ നമുക്കിവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഷെഡിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വിറക് പൊടിയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് കത്തിച്ചിട്ടാണ് എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായത്. ഒട്ടും എങ്ങനെ നോക്കിയിട്ട് ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഓരോന്ന് നോക്കി ഡോക്ടർ വന്നപ്പോഴാണ് പറഞ്ഞത് ഇതാണ് ഈ പൊടിയും കാര്യങ്ങളും. അപ്പോൾ അത് പറ്റില്ല. അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ എന്ത് വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ
ഗ്യാസിലാക്കി. ഗ്യാസിലാണ് കേട്ടോ അപ്പോൾ ചെയ്യണത്. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി ചട്ടിയിൽ വെച്ച് മോരുകറി വെക്കുമ്പോൾ ഒക്കെ ടേസ്റ്റ് അടിപൊളി തന്നെയാണ്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് അത്രയും വേവാൻ വേണ്ടിയിട്ട് പോവല്ലേ എന്ന് കരുതിയിട്ട് കുക്കറിലാകുമ്പോൾ 2 വിസിലിൽ അങ്ങോട്ട് വെന്തോളുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഇപ്പോൾ ഈ ഗ്യാസിലാക്കിയത്. ഇല്ലെങ്കിൽ നമുക്ക് അടുപ്പിലാണെങ്കിൽ സുഖമാണ്, കത്തിക്കാൻ വിറകുണ്ടെങ്കിൽ ഒരു പാടുമില്ല, അസലായിട്ട് കത്തണ അടുപ്പുമാണ്. അപ്പോൾ നമ്മുടെ മോരുകറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് അവിടെ ഒന്നും കൂടെ ഒക്കെ തുടച്ചിടാണ് കേട്ടോ. ഇനി എന്തെങ്കിലും അതിൻ്റെ പൊട്ടോ പൊടിയോ എന്തെങ്കിലുമൊക്കെ അവിടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് വലിയ പാടാണ്. ഉപ്പെടുത്താൽ ചിലപ്പോൾ ഉപ്പ് കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ തുടപ്പ് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് നാളികേരം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് കഴിഞ്ഞു. ഇനി കാശ് കൊടുത്ത് മേടിക്കണം. കാശ് കൊടുത്തിട്ട് തന്നെ മേടിക്കാറ്. ഇത് പിന്നെ അമ്മയൊക്കെ വരുമ്പോൾ 1-2 ഇങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ തരുന്നതും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നാളികേരം നമുക്ക് കിട്ടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കഴിയുന്നതിന് മുന്നേ മേടിക്കണം. എന്താ വെച്ചാൽ ഇത് നമുക്ക് നാളികേരം ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല ചില സമയങ്ങളിൽ. എത്ര വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എന്താ വെക്കുക എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാനായിട്ടും ഇത് വേണം, ഇല്ലാണ്ട് വലിയ പാടാണ്. അപ്പോൾ ഈ പൊളിച്ച ചകിരി അവിടെ തന്നെ ഇടുന്നത് എന്താ വെച്ചാൽ വൈകിട്ടിന് നമ്മൾ മുറ്റടിച്ച് വരുമ്പോൾ അതെടുത്ത് ഞാൻ വെക്കും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അവിടെയൊക്കെ വൃത്തിയാക്കിയതാണ്. അതുകൊണ്ട് ഇനി ഞാൻ കൂട്ടിയിടില്ല, എനിക്ക് പേടിയാണ് ഇനിയിപ്പോൾ വല്ല എഴുജന്തുക്കളും വന്നിരിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് തന്നെ. അപ്പോൾ അത് ഇത്തിരിയോളം ഉണങ്ങാനും ഉണ്ട്. അപ്പോൾ വിചാരിച്ചു ഇനി ആ വെയിൽ വൈകുന്നേരത്തെ വരാണ്ട് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ടിരിക്കുക. താത്ത സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട അവിടുന്ന്, അതുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്നിട്ട് കസർത്തണത്. അപ്പം ഇനി അവിടെയൊക്കെ തേങ്ങയൊക്കെ പൊളിച്ചതിൻ്റെ പൊടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ അടിച്ചു വരി വൃത്തിയാക്കിയിട്ടു. രാവിലെ മുതലേ നമ്മുടെ അടിച്ചുവരലും കാര്യങ്ങളും തുടയ്ക്കലും ഒക്കെ കഴിയും. ഇതന്നെ എപ്പോഴും കാണിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടോ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണിക്കാത്തത്. എന്നിട്ടാണ് ഞാൻ കുളിച്ചത്. മീനൊന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ കുളിച്ചോടൂ. അപ്പോൾ നോക്കുമ്പോൾ മീൻ കൊണ്ടുവരികയും ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, മേലൊന്നും ആവണ രീതിയിലുള്ള മീനല്ലല്ലോ, മാന്തളല്ലേ എന്നുള്ളൊരു സമാധാനത്തിലിരിക്കുക. തേങ്ങയൊക്കെ ചിരകി നമ്മുടെ ചിരവൊക്കെ കഴുകി വെച്ചിട്ട് ഇനി മോരുകറിക്കുള്ള അരപ്പ് റെഡിയാക്കുക. 2 വെളുത്തുള്ളി, 2 കുഞ്ഞ് ചെറുള്ളി, ചെറിയ ജീരകം, പിന്നെ കുരുമുളക് ഇടുക. കുറച്ച് കാന്താരി മുളക് ഉണ്ടിരിക്കണു, ആ വെള്ളമുളകില്ലേ അതൊരു 3-4 കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരയ്ക്കുക. നമ്മൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ മോരടുക്കണമെന്ന് വെച്ചാൽ മോരിലാണ് അരയ്ക്കുക, തൈരാണ് വെച്ചാൽ അതിൽ അരയ്ക്കുക. അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ അരയ്ക്കുക. വെള്ളം ഒഴിച്ച് അരയ്ക്കില്ല, ഇതിൽ രണ്ടിലേതെങ്കിലും എടുത്തിട്ട് അരയ്ക്കും. എന്നിട്ടാണ് നമ്മൾ അതിനകത്ത് തേങ്ങയും കാര്യങ്ങളൊക്കെ അരയ്ക്കുക. അപ്പോൾ നമ്മുടെ അതിലേക്കുള്ള കൗട്ടുകളൊക്കെ റെഡി ആക്കിയിട്ട് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഈ മോരുകറി ഇവിടെ നല്ല ഇഷ്ടമാണ്. എനിക്കും കണ്ണൻകുട്ടിക്ക് ഈ മോര് കറി ഇഷ്ടമാണ് കേട്ടോ. അവന് മോര് മാത്രം ഉണ്ടെങ്കിൽ മതി ചോറുണ്ണാൻ വേണ്ടിയിട്ട്. തൈരും മോരൊക്കെ നല്ല ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. തൈരൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. ഇനി എപ്പോൾ കറണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മളെ പറ്റിച്ചു. ഇനിയിപ്പോൾ ഇന്ന് പോവില്ല എന്ന് വിചാരിക്കണം. ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഞാൻ മീൻ ഉണ്ടാക്കാൻ വേണ്ടി, അല്ല ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ മീൻ ഉണ്ടാക്കുക. എപ്പോഴാണെങ്കിലും അരപ്പ് അങ്ങോട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ടെൻഷൻ അങ്ങോട്ട് തീർന്നല്ലോ. അതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി അരച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും കൂടെ തുടച്ചിട്ടിട്ട് ഇനി നമുക്ക് എന്താ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇനി അതാണ് ഒരു പണിയുള്ളൂ. കറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 1-2 പാത്രങ്ങളുണ്ടെങ്കിൽ അത് അപ്പം ഞാൻ അങ്ങോട്ട് കഴുകി വയ്ക്കും കേട്ടോ. അത് കൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. എന്താ വെച്ചാൽ ഞാൻ അത് കൂട്ടി 1 കൂടി 2 കൂടി 3 കൂടി അതവിടെ അങ്ങോട്ട് നിറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യോടെ അപ്പാടെ ഓരോന്നാണെങ്കിൽ അത് അങ്ങോട്ട് കഴുകി വയ്ക്കും. അതുകൊണ്ട് മോറാൻ വേണ്ടിയിട്ട് ഒരുപാട് കാണുമ്പോൾ എനിക്ക് വലിയ ടെൻഷൻ. എന്താ വെച്ചാൽ ഇതാണ് ഇവിടെ കഴുകാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടാവും പാത്രങ്ങൾ. അതുകൊണ്ട് ചടപ്പാണ് എനിക്കിങ്ങനെ കുറേ കാണുന്നത്. 2 വിസിലൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയും ഒക്കെ അടിപൊളിയായിട്ട് വെന്ത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കറക്റ്റായിരുന്നു. ഉപ്പിന് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടു. അപ്പം അവിടെ തന്നെ ജാറും കഴുകി വെച്ചു. അതുകൊണ്ട് ആ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് കറി വറവിടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പേരിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കടലക്കറിയിൽ കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉള്ളത് അങ്ങോട്ട് തീർക്കുക. ഒരുപാട് നമ്മൾ ഉണ്ടാക്കി നാശാക്കിയിട്ട് പൊങ്ങച്ചം കാണിച്ചിട്ടോ അല്ലെങ്കിൽ അത് നാശാക്കി കളഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. നമുക്കുള്ളത് വെച്ചിട്ട് അതങ്ങോട്ട് തീർത്തിട്ട് കഴിച്ച് മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഉപ്പേരിയൊന്നുമില്ല കേട്ടോ. മീൻ വറുത്തതും ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പേരിയുടെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ചീരയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കത് നാശമായി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കണേ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല കിഴങ്ങോ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ നാളേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കാം. ഈ ചീരയൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. മുരിങ്ങയുടെ പിന്നെ കൂട്ടാൻ പൂതി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ കറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കത് കടുക് വറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉലുവയും കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് പൊട്ടിക്കുക, അത്രയേ ഉള്ളൂ മോരുകറിക്ക് വേണ്ടിയിട്ട്. ഈ മോരുകറിയുടെ കൂടെ ബീഫ് ഫ്രൈ ആണ് കേട്ടോ അടിപൊളി കോമ്പിനേഷൻ. അല്ലെങ്കിൽ നല്ല കുരുമുളകിട്ട മത്തി വറുത്തത്. എനിക്ക് ഈ മോരുകറിയുടെ കൂടെ ഇങ്ങനെയൊക്കെ കേട്ടോ നല്ല ഇഷ്ടം. അല്ലെങ്കിൽ നല്ല ഉണക്കമീൻ വറുത്തത് കേട്ടോ. ഈ മൂന്നും നല്ല അടിപൊളിയായിട്ട് എനിക്ക് കോമ്പിനേഷനായിട്ട് തോന്നാറുണ്ട്. സൂപ്പറായിട്ടുള്ളത് ബീഫ് ഫ്രൈ തന്നെ. ഇപ്പോൾ ബീഫ് വാങ്ങിയിട്ട് നമ്മൾ കുറച്ചായി. ഇനി പിള്ളേർക്ക് എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസം ലീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് മേടിക്കണം എന്ന് വിചാരിക്കുന്നു. ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നാളെ മറ്റന്ന് ചൊവ്വാഴ്ച അല്ലേ, ചൊവ്വയും വെള്ളി അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കാം.
ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ നോക്കാൻ നല്ല മേടിക്കാറുണ്ട് കേട്ടോ. കച്ചവടമൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ ചൊവ്വയും വെള്ളിയൊന്നും നോക്കാൻ പറ്റില്ല. മിക്കതും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ നമുക്കങ്ങനെ എത്തിപ്പോവില്ലല്ലോ അങ്ങനെയൊക്കെ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം നോക്കും, അല്ലാത്തത് വിടും, അത്രയേ ഉള്ളൂ. പിന്നെന്താ, അത് കഴിഞ്ഞ് നമ്മുടെ കറി സെറ്റായി. ഇനി മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. മീൻ ഉണ്ടാക്കാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല, മാന്തളാ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ കുക്കറും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിടും. നമ്മൾ ഈ കടുക് വറക്കുമ്പോൾ അല്ലേ അവിടെ ഒക്കെ തെറിക്കും ഈ ഗ്യാസ് സ്റ്റൗവിലൊക്കെ. പിന്നെ അടുത്ത പണിക്ക് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ അടുത്ത് എല്ലാവരും വന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വരുന്നവർ പറയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ പോരെ, എന്തിനാ ഇങ്ങനെ പണിയെടുക്കണേന്ന്. പക്ഷേ ഇതെനിക്കൊരു പണിയായിട്ട് തോന്നാറില്ല. അതങ്ങനെ വൃത്തിക്ക് കിടക്കുമ്പോൾ അല്ലേ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. നമുക്കൊരു നമ്മുടെ അടുക്കളയിലല്ലേ നിൽക്കണത്. അപ്പോൾ അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഞാൻ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞത് അവിടെ തന്നെ ഇടും, വെള്ളമാണെങ്കിൽ അവിടെ തന്നെ കഴുകാനുള്ളത്, അങ്ങനെ അലമ്പ് സീനായിട്ട് കിച്ചൺ കിടക്കുന്ന കാണുമ്പോൾ എനിക്കിഷ്ടമല്ല. അങ്ങനെ എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് പ്രാന്തളകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കൂടെ വൃത്തിയാക്കി അതങ്ങനെ ചെയ്യും. എനിക്കതൊരു പണിയായിട്ട് തോന്നാറില്ല. അതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് വല്ല കുഴപ്പമുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കുഴപ്പമായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. അങ്ങനെ പറയണവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നും ഇവരെന്താ അങ്ങനെ പറയണതെന്ന്, ഇന്നെങ്ങനെ വന്ന് പറയുമ്പോൾ കേട്ടോ. അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ മാറ്റാൻ പോകാറില്ല. ഞാൻ ചെയ്യണത് എനിക്ക് നന്നായിട്ട് തോന്നണോണ്ട് ഞാനത് മാറ്റാൻ തോന്നണ കാര്യങ്ങൾ നമ്മൾ മാറ്റും കേട്ടോ. ഇതൊക്കെ നമ്മുടെ നമ്മൾ വൃത്തിയായിട്ട് കിടക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ലേ. നമ്മുടെ കിച്ചണും കാര്യങ്ങളായാലും എവിടെയായാലും ഒതുക്കി പെറുക്കി വയ്ക്കാൻ പറ്റണോടത്തോളം ചെയ്യുക, അത്രയേ ഉള്ളൂ. വയ്ക്കണ സമയത്ത് വരെ ചെയ്യുക, വയ്ക്കാത്തപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ, അത്രയേ ഉള്ളൂ. മാന്തളിക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലാത്ത ഒരു സംഭവം നമുക്ക് ആലോചിക്കാൻ വയ്യ വറക്കണേലെന്ന് ഞാൻ പറഞ്ഞു. അത് പെരുംജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്തിരി പോരം, പിന്നെ കുറച്ച് കുരുമുളക്, ഉപ്പ്, ഇതെല്ലാം കൂടെ പുരട്ടി വയ്ക്കുക. അതങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം. അതങ്ങോട്ട് മസാല പിടിച്ച് വരുമ്പോഴേക്കും നമുക്കത് വറക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇനി നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇനിയില്ല. കണ്ണൻകുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടക്കുക തന്നെ. അവിടെ ഒരു സമാധാനമില്ല, വന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അവിടെ കിടന്ന് അവൻ്റെ കൂടെ ഉറങ്ങിപ്പോവും. അപ്പോൾ ഇതൊക്കെ അവിടെ കിടക്കും, പിന്നെ ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ പൂജുട്ടീനെ അവിടെ കിടത്തിയിട്ട് കൂടെ ഒന്ന് ഇരുത്തിയിട്ടാണ് പോന്നിട്ടുള്ളത്. കുഞ്ഞു കുട്ടികളെക്കാളും കഷ്ടമായിട്ട് അവന് വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനാണ്. ഇങ്ങനെ വയ്യാതെ ആകുമ്പോൾ നമ്മളും അവൻ്റെ കൂടെ ഇരിക്കണം. ഇങ്ങനെ ചീമ്പിങ്ങോണ്ട് എനിക്ക് വയ്യാതെയൊക്കെ കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് വയ്യാതെയായി എനിക്ക് വലിയ പാടാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. വലിയ കുട്ടിയല്ലേ, എന്താ അപ്പോൾ ഒരു തലവേദന പനിയെന്നൊക്കെ തോന്നും. പക്ഷെ എന്താണെന്ന് അവത് മാറി കിട്ടുവോളം നമുക്ക് അമ്മമാർക്ക് അങ്ങനെ തന്നെ ആവുമല്ലോ. ഒന്ന് ഉഷാറായി കാണുവോളം വലിയ പാടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അകലത്ത് അവനെ കാണില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മോര് ഒന്ന് വെള്ളം കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. ഷാജേട്ട ഒരു ഗ്ലാസ് കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ പൂജുട്ടി കുറച്ചും കൂടെ മോരൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അവൾക്കും വേണം, നമുക്ക് രണ്ടാൾക്കും കൂടെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. വെള്ളം ഇപ്പോൾ കുടിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണല്ലോ. അതിലേക്ക് നമ്മുടെ നാരകത്തിൻ്റെ ഇല, നാരങ്ങയുടെ ഇലയും വേപ്പിലയും പച്ചമുളകും കൂടെ കുത്തി ചതച്ചിട്ടാണെങ്കിൽ ഇഞ്ചിയും കൂടെ ആണെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ അതിനൊന്നും ഇപ്പം മെനക്കെടാൻ വേണ്ടിയിട്ടുള്ള നേരം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് കയ്യോടെ ഉപ്പിട്ടിട്ട് കുടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ മോരായിരുന്നു, നാടൻ മോര്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോളൊക്കെ ഇരുന്ന് സംസാരിച്ച് അത് കഴിഞ്ഞ് നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ആവണവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. നമുക്കൊരു ദിവസമല്ലേ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. ഓരോ ദിവസങ്ങളിൽ ഓരോ പോലെയാവും. പക്ഷെ നമുക്കിതിനകത്ത് നമ്മളെല്ലാതും കാണിക്കില്ലല്ലോ. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ കുറേശ്ശെ കാര്യങ്ങളെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുകയോ എന്തോ എനിക്ക് ഇങ്ങനെ ഞാൻ പറയാറുണ്ട്, നമുക്ക് ചലഞ്ചിങ്ങിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഏടാകൂടം, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. മാക്സിമം നോക്കണുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിത് കുക്കിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ ഇതന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. നമുക്ക് പിന്നെ വലിയ ഇതിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണക്കാർക്കൊരു പരിധി ഉണ്ടാവുമല്ലോ. നമുക്ക് കാശെറിഞ്ഞ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഷസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് സാധാ ഫുഡും കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വീഡിയോസായിട്ടൊക്കെ നമുക്ക് വരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിനൊരു പാങ്ങില്ല. ഇപ്പം സാധിക്കാത്തതുകൊണ്ടാണേ പുറത്ത് പോണ വീഡിയോസ് ആണെങ്കിലും ഒക്കെ ചെയ്യാത്തത് കേട്ടോ. കുറച്ചൊരു സമയം വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ പറഞ്ഞു വരുന്ന സമയം കൊണ്ടൊക്കെ ചോറായി, കറിയായി, മീനായി ഒക്കെ ആയപ്പോൾ കണ്ണൻകുട്ടിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനമായിട്ടിരിക്കുക. എന്നിട്ട് ഗുളികയില്ല, 2 നേരമേ ഉള്ളൂ. അപ്പോൾ ആ ഗുളികയ്ക്ക് ഡോസും ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്ഷീണം ഉണ്ട് ആൾക്ക്. ഒന്നാമത് ഉറക്കവും ശരിയല്ല 2 ദിവസമായിട്ട്, അങ്ങനെയൊക്കെ. അതിന് ചോറ് കൊടുത്ത് കഴിച്ചേട്ടോ.
അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റപ്പോൾ ആളൊന്നും ഉഷാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ റെഡിയായി കേട്ടോ. 2 പ്രാവശ്യം ഇത് കഴിക്കുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ആ ചോറ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേണം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പൂജുട്ടി കുറച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി. പക്ഷേ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി നീറ്റ് കഴിഞ്ഞാൽ ഉഷാറാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഉറങ്ങി നീറ്റപ്പോഴേക്കും രണ്ടാമതും തല കടച്ചില്ല എന്ന് പറഞ്ഞു. ഈ ഇരിക്കണ തുളസിയും കഞ്ഞിക്കൂർക്കയിലയാണ് കേട്ടോ. ഇവിടെ നമുക്കിപ്പോൾ പൈപ്പ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളം കൊടുന്ന് കപ്പിൽ കൊടുന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തു. മുറ്റൊന്നും ഇപ്പോൾ വലിയ അലമ്പായിട്ടൊന്നും കിടക്കണില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ രാവിലെ അടിച്ചുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കണില്ല. ഇനി ഇതാ ഡ്രസ്സൊക്കെ കൊടുന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകുന്നേരം ചായ കുടി കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ ഇതൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം അത് കഴിഞ്ഞ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇനി പുറം ലോകം കാണാൻ രാവിലെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോകും. പഠിക്കുകയും കാര്യങ്ങളും അവരെ കൂടെ ഇരിക്കലും പിന്നെ ഇങ്ങനെ മടക്കി വെക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ പണികളുണ്ടാവും അങ്ങനെയൊക്കെ കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും പൂച്ചിട്ടും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പോൾ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്ന കാര്യം ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ടോപ്പ് 2 ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. എനിക്ക് കൺഫേം ആയി വേഗം. അവൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ അത് ഇത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.